മനുഷ്യൻ. അങ്ങ് ഇന്ന് മുഴുവൻ സമയം കുമ്പസാരക്കൊണ്ടിലായിരുന്നുവല്ലേ? അങ്ങ് തീരെ വിശ്രമിക്കുന്നില്ലേ? ദൈവത്തിന്റെ സ്വന്തം മനുഷ്യൻ ഞാനല്ല. അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഭാവികളെ കാത്ത് ഞാനിവിടെ കൊണ്ടുവന്നു. കുമ്പസാരം കൂട് എന്റെ വീടാണ്. അവിടുത്തെ വേദനകളെ കേൾക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. അച്ഛാ, ഈ അപ്പം അങ്ങേക്കുള്ളതാണ്. അങ്ങയുടെ ക്ഷീണം കണ്ടപ്പോൾ എന്റെ മനസ്സിന് സഹിച്ചില്ല. നന്ദി വീട്ടരെ. എന്റെ വിശപ്പ് മാറിയാൽ മാത്രം പോരാ, ഈ നാട്ടിലെ ആത്മാക്കളുടെ വിശപ്പ് മാറണം. നിങ്ങൾ ഈ അപ്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അച്ഛാ, അങ്ങയുടെ വാക്കുകൾ അവ എത്രമാത്രം ആഴമുള്ളതാണ്. അങ്ങയുടെ കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് ഈ ലോകത്തിലുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നു. എന്റെ മകനെ, എന്റെ ആഴയും കഴുകിക്കളയുന്നില്ല. അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. പാപം ഒരു ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് വരുന്ന ഓരോ പാപിക്കും ഒരു പുതുജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അച്ഛാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. എനിക്ക് അങ്ങയുടെ അരികിൽ വരാൻ ധൈര്യമില്ല. എന്റെ മകളെ, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ കരുണ ആഴമുള്ളതാണ്. നീ ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് തിരിച്ചു വരിക. നിന്റെ പാപങ്ങൾ എത്ര വലുതായാലും ദൈവത്തിന്റെ സ്നേഹം അതിനേക്കാൾ വലുതാണ്. നിനക്കായി കുമ്പസാരക്കൂടിന്റെ വാതിൽ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. എഴുന്നേൽക്കും മകളെ. മുട്ടുകുത്തേണ്ടത് എന്റെ മുന്നിലല്ല, ദൈവത്തിന്റെ മുന്നിലാണ്. നീ തിരികെ പോവുക, തിരികെ വരാൻ തീരുമാനിക്കുക. അച്ഛാ, അങ്ങ് എങ്ങനെയാണ് ഇത്രയും ക്ഷമയോടെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നത്? സ്നേഹം അതാണല്ല. ദൈവത്തോടുള്ള സ്നേഹമാണ് എന്നെ നയിക്കുന്നത്. എനിക്കായി ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം മാത്രം. ഈ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മകളാണ്. അവരെ ദൈവത്തിലേക്ക് നയിക്കുക എന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം.